പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ, സുബ്രഹ്മണ്യൻ എന്നിവരും പത്തനംതിട്ടയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ഹാരിബും ആണ് പിടിയിലായത്. കേസിൽ തെളിവെടുപ്പ് തുടരുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഇപ്പോൾ മൂന്നാമത്തെ ആളെ കൂടിയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്വേഷണം ഏകദേശം കൃത്യമായ തലത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഒരു ഘട്ടത്തിലൊക്കെ ഒരു ആക്ഷേപമുണ്ടായിരുന്നു, കൊലയാളികളിലേക്കൊന്നും എത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ പ്രതിയെ കൂടി പിടിച്ചിരിക്കുന്നത്. എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത്? വിദ്യ, ഒരാഴ്ചയായി ഈ മൈലപ്രയിലെ വ്യാപാരിയെ കൊന്ന പ്രതികളുടെ പുറകെ അന്വേഷണത്തിലായിരുന്നു പോലീസ്. വളരെ സമഗ്രമായ ഒരു അന്വേഷണം, മൊബൈൽ ടവറുകളും അതുപോലെ CCTV ദൃശ്യങ്ങളുമെല്ലാം പരിശോധിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം നടന്നത്. ഈ അന്വേഷണ മധ്യേ മറ്റ് 3 പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് ഇന്ന് വെളുപ്പിനോടുകൂടി പ്രതികളെ പിടിച്ചത്. തമിഴ്നാട് സ്വദേശികളായ തെങ്കാശി സ്വദേശികളായ സുബ്രഹ്മണ്യനെയും മുരുകനെയും അടക്കം ആണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഇവിടെ പോലീസ് എത്തിക്കുകയും ഇവിടെ ചോദ്യം ചെയ്തു വരികയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓട്ടോ ഡ്രൈവറെ കൂടാതെ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രതികൾ ഇപ്പോൾ 4 പേരായി മാറിയിരിക്കുന്നു. അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു സൂചന പ്രതികൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ്. എന്തായാലും ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ആണ് 2 പ്രതികൾ ഉള്ളത്. അവരെ മറ്റു 2 പ്രതികളെ ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. അപ്പോൾ ഇപ്പൊ മൊത്തം പ്രതികൾ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. വിദ്യ.